പണ്ടൊരിക്കൽ ഒരു 4 കൊല്ലത്തിന് മുമ്പ് ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നു. സഹോദരമാണ് പ്രാർത്ഥിക്കാൻ വരുന്നുമ്പ് തൊട്ടുമുമ്പ് അലറിക്കൊണ്ടെല്ലാം വീഴുന്നു, താഴെ വീഴുന്നു, പറക്കുന്നു. അപ്പൊ ഒന്ന് കൗൺസിൽ ചെയ്യാൻ കഴിച്ചു. കൊണ്ടേ കൗൺസിൽ ചെയ്തപ്പോഴത്തേക്ക് ഒരു കുരിശ് ഗൾഫിൽ നിന്ന് ഭാര്യ കൊണ്ടൊന്ന് കൊടുത്താണ്. അത് കഴുത്തേറ്റ് റോമിൽ നിന്ന് കിട്ടിയതാണെന്ന് മാതാവ് കുരിശ്. ഇയാളൊക്കെ കഴുത്തേറ്റ് അന്ന് മുതൽ ഇയാൾ അതിനടിമയാണ്. സംഖ്യ 23:23 ആബ്ജാദ് യേശുവിൽ പറയുന്നത് യേശുവിൽ വരുന്നവനാണ്, യാക്കോബാണ്, ഇസ്രായേലാണ്. അല്ലാതെ വെറുതെ ധ്യാനം കൂടി 2 ധ്യാനം കൂടി 2 കൈയും വെച്ച് വന്നാലൊന്നും ഈശോ വരികയില്ല. നീ വചനം പാലിച്ച് വന്നാലേ ഈശോയിൽ വരുവുള്ളൂ. വചനം വന്ന് കർത്താവിന്റെ കൃപ പരിശുദ്ധാരും നിറഞ്ഞാല് ഏൽക്കുകയില്ല, അല്ലാത്തവരെ ഏൽക്കും. അപ്പൊ ഈ മനുഷ്യനെ വിട്ടുകൊണ്ട് നടക്കുകയാണ്. അന്ന് മുതൽ ഇയാള് ലോകത്തിലെ എല്ലാ അമ്പലങ്ങളിലും ഒരു ഹിപ്പിയെ പോലെ നടക്കുകയാണ്. ബോധമില്ല ഇയാൾ. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ വിറച്ചുകൊണ്ട് താഴെ വീഴും. കാല് 2 കൊണ്ടേ കൗൺസിൽ ചെയ്ത് ഒന്ന് ചെയ്താൽ മതിയാവും. ഒരു 3 മണിക്കൂർ ഒരു കൗൺസിലിംഗ് എടുക്കണം. അതൊരു 10 ചെയ്താലേ ഇവരെല്ലാം വരുവുള്ളൂ. 2 കൊറിന്തോസ് 4:4 ശക്തിയായി. ഇവരുടെ അന്ധകാരം ബുദ്ധിയിലും കയറിയിരിക്കും. എഫെസോസ് 4 17 20 ഭവനത്തില് കൗൺസിലിംഗ്. ആദ്യത്തെ കൗൺസിലിംഗ് കഴിഞ്ഞ് 2ാമത്തെ കൗൺസിലിംഗ് കഴിഞ്ഞപ്പോ തോന്നി ഭാര്യ ഒന്ന് കൗൺസിൽ ചെയ്യണം. ഭാര്യയെ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറയണത് എന്നിട്ട് അറബി കൊടുക്കാം. അറബിയുടെ ഒരു ചുറ്റും നടന്ന പിന്നെ എങ്ങനെ ഇതെല്ലാം മറ്റവർ പറയും അതിലൊന്നുമില്ല. എന്തുകൊണ്ടാണ്? കൃപയില്ലാത്തതുകൊണ്ടാണ്. സംഖ്യ 23 യേശുവിൽ വന്ന് യേശുവിൽ ജീവിക്കുമ്പോഴാണ് ആഭിചാര്യം ഒന്നും ഏൽക്കാതിരിക്കുന്നത്. യോഹന്നാൻ 14:6 ഞാനാണ് വഴി സത്യവും ജീവനും. അത് നമ്മുടെ ജീവിതത്തിൽ വരണം, നമ്മിൽ വരണം. 1 John 2:1-6 ജീവിക്കണം. അല്ലാതെ കള്ള കുടിച്ചോട്ട് മറ്റവൻ കുടിച്ച് അതും കുടിച്ച് സകല പാപം ചെയ്തിട്ട് പറയുന്നതാണ് ആഭിചാര്യം ഏൽക്കലെന്ന് ഏൽക്കും. അതുകൊണ്ടാണ് അനേകർ വീണ്ടും പാപത്തിലോട്ട് മടങ്ങിപ്പോകുന്നത്, പൈശാചികൾക്ക് അടിമപ്പെടുന്നത്. സായിബാബ കൊടുത്ത കുരിശിട്ടാൽ മന്ത്രവാദികൾ കൊന്ത കൊടുക്കും. ഇതെല്ലാം തിരിച്ചറിയണമെങ്കിൽ ഒരു കൃപയുണ്ട്. ആ കൃപ കിട്ടണം. ഇസക്കേൽ 22:26 ഇസക്കേൽ 44:23 എല്ലാം പറയുന്ന പോലെ എല്ലാത്തിനും ബേസിക് വിശുദ്ധിയാണ്. ജ്ഞാനം 5:19 ഈ വിശുദ്ധിയിൽ 4 കൊല്ലം അത് ബുദ്ധിയിൽ കാണരുത്. 4 കൊല്ലം വിശുദ്ധിയിൽ ദാനിയേൽ 12:12 പറയുന്ന പോലെ 1335 ദിവസം. ഉടനെ അവര് മനസ്സിൽ കണക്ക് കൂട്ടണം. അത് പുതിയ തിയറിയാണ്. കാരണം ലൂക്ക 13:6-9 വാരത്തിൽ പറഞ്ഞിരിക്കുന്നു ഈ 3 കൊല്ലം എന്നല്ല 4 കൊല്ലം. ഈ 4 കൊല്ലം വിശുദ്ധി പാലിക്കണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൃപയ്ക്ക് കിട്ടാൻ കൃപ പ്രാർത്ഥിക്കണം. വചനം ലഭിക്കാൻ അതിന് പ്രാർത്ഥിക്കണം. പ്രോസസ് 4 2-4 വരെയുള്ള വചനത്തില് വചനം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. ധൈര്യം വരാൻ പ്രാർത്ഥിക്കണം. പ്രോസസ് 6:19-20 വചനം വന്നാൽ പോരാ. കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കണം. അപ്പോസ്തല പ്രവർത്തനം 4:23-31 വരെയുള്ള വചനത്തില് ധൈര്യം ലഭിക്കാനായിട്ട്. ധൈര്യമില്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയുടെ ആത്മാവായിരിക്കും. റോമ 8:15 അപ്പൊ നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല. പുറത്ത് ഒരാളോട് ഈശ്വരനെ പറയാൻ സാധിക്കില്ല. ബൈബിൾ കയ്യിലെടുക്കാൻ സാധിക്കില്ല. വചനം പ്രഘോഷിക്കാൻ സാധിക്കില്ല. പാട്ട് പാടാൻ സാധിക്കില്ല. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് 1 കൊറിന്തോസ് 14:6-26 വാക്യത്തില് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒന്നും വേണോ? ഒരു സാരോപദേശമോ ഒരു സങ്കീർത്തനമോ പിന്നെന്ത് എന്തെങ്കിലും ഉണ്ടാകണം കയ്യിൽ. 1 കൊറിന്തോസ് 13 ഉണ്ടെങ്കിൽ മതി തൽക്കാലം. റോമ 12 ഉണ്ടെങ്കിൽ മതി. അതിലെ തുടക്കമാണ്. സങ്കീർത്തനം 91 ഏതെങ്കിലും ഒന്നുണ്ടാകണം. അല്ലെങ്കിൽ സങ്കീർത്തനം ഒന്നുമില്ലെങ്കിൽ ഒന്നെങ്കിലും വേണം. അല്ലെങ്കിൽ 117 ഉണ്ടാകണം. 117 എത്ര? 3 ഏറ്റവും ചെറിയ സങ്കീർത്തനം അതെങ്കിലും കയ്യിലുണ്ടാകണം. അത് വന്നാൽ എന്താണ്? സങ്കീർത്തനം 119:11 പ്രവർത്തിക്കും. പാപം ചെയ്യാതിരിക്കാൻ വചനം ഉണ്ടാകണം. ഇതുകൊണ്ട് 100 വചനങ്ങൾ 1000 വചനം ഒരു ദിവസം കേൾക്കുമ്പോഴാണ് നിങ്ങളെ ശുദ്ധീകരിക്കുന്നത്. അല്ലെങ്കിൽ ബുദ്ധിയിൽ പോവും, ഡിഗ്രിക്കായിട്ട് മാറും. വേറ്റ് മുറിച്ച് കൊണ്ടുവരണം. അത് മറ്റവർക്ക് സാധ്യമല്ല. ഇത്രയും വചനം കേൾക്കാനായിട്ട് ഇരിക്കാൻ സാധിക്കില്ല. വചനത്തിന് ശക്തി അതാണ്.
ഇരുതല വാളാണ് എബ്രായർ 4:12. മജ്ജയിലും പോയി തട്ടും, മാംസത്തിലും തട്ടും, എല്ലാം തട്ടും, രഹസ്യത്തിലും തട്ടും. ചിലപ്പോ ജ്ഞാനം 17:3 രഹസ്യ പാപങ്ങളുണ്ടാവും, അതിനെ കയറി പറഞ്ഞു. അപ്പൊ ഇരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അവര് ഇതെല്ലാം കഠിനമാണ്. യോഹന്നാൻ 6:60 ഭയങ്കര കഠിനമാണ് ഇതെല്ലാം പോകുന്നത്. ബുദ്ധിയിലാണ് എല്ലാം കാണുന്നത്, നമ്മൾ ആത്മാവിൽ കാണും. ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ എല്ലാം അറിയാൻ സാധിക്കും. അതുകൊണ്ട് ആത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ എല്ലാം തകർന്നു പോകും. ഒരു പ്രാർത്ഥനാ സമൂഹത്തില് ഒരുത്തനും കയറിയാൽ നിങ്ങൾ കണ്ടുപിടിക്കണം ഉടനെ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഗലാത്യർ 2:4-10 വചനത്തിൽ പറഞ്ഞത്, ഞാൻ ഒരു നിമിഷ നേരത്തൊക്കെ പോലും ഞാൻ വശപ്പെട്ടില്ലെന്ന് അവർക്ക്. കാര്യം ഗലാത്യർ 2. എന്നാൽ യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശോഷിച്ചു കണ്ടോ? വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി അവർക്ക് എന്തുകൊണ്ടാണ് വശപ്പെടാൻ? സുവിശേഷത്തിന്റെ സത്യം ഇതുകൊണ്ടാണ് പലരോടും കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കാത്തത്. നിങ്ങളും വരുമ്പോ നിങ്ങളും ആ വിശ്വാസമായിട്ട് വരുന്ന നിങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല. അപ്പനല്ല, ഇളപ്പനല്ല, കൂട്ടുകാരനല്ല, കൂടെ പ്രവർത്തിക്കുന്ന അച്ഛനാണെന്നും വിട്ടുപോകും. ഈ സുവിശേഷ സത്യത്തിൽ നിലനിർത്താനായിട്ടുള്ള അതിനകത്ത് പ്രകൃതി വരണം, അല്ലെങ്കിൽ പ്രവൃത്തിയാണ്. റോമ 11:6-10 വരെയുള്ള പറഞ്ഞാൽ ആത്മാവ് അല്ലെങ്കിൽ ബലഹീനമായ ആത്മാവാണ്, നിദ്രാവിത്വമായ ആത്മാവാണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്. മദ്യം പിടിക്കും, എല്ലാം കാണിച്ചിട്ടും പറയും ഈശ്വര പ്രാർത്ഥന. അപ്പൊ കൃപ വരില്ല. 4 വർഷം അത് പരിഗണന സാധിക്കാത്തതുകൊണ്ടാണ് തള്ളി പറയുന്നത്. പലർക്കും ഭയം കൊണ്ടാണ് വരാതിരിക്കുന്നത്. നമ്മൾക്ക് യോഹന്നാൻ 12:53 ചിലർക്കൊണ്ട് വരണമെന്ന്. പക്ഷെ കുറ്റങ്ങൾ മാത്രം തിരക്കിടക്കുന്ന കാര്യം തോന്നുന്നു. അവരുടെ ബന്ധനമാണ് കുറ്റങ്ങൾ, അവരുടെ ബന്ധനമാണ്. ഈ പെറ്റക്കുസ്റ്റാറ്റിനാണ് ആദ്യം തന്നെ മത്തായി 7:3 തനിച്ചു വരിക. ആരെയും ഇരിക്കാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ കൺട്രോളായി അതൊക്കെ ബുദ്ധി ഉപയോഗിക്കുന്നു, വചനം ബുദ്ധി. അപ്പൊ അവരെ രചിച്ചാൽ മതി. റോമ 2:1-14 വചനം എടുത്തത്, നീ ആരാണ് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് 12:10 ശക്തി ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും അനുഭവിക്കും. ഒരുപാട് 2 പോലെയുള്ള പ്രബോധനം അപ്പസ്തലനാണോ ഇല്ലെന്ന് അറിയാനുള്ള പ്രബോധിക്കുന്നത്. ഏതാണ് വന്നിരിക്കുന്നത് അറിയാൻ സാധിക്കും. പ്രബോധനമാണ്. 1:12-27-28 വരെയുള്ള മനസ്സില് ദൈവം ഓരോ പ്രബോധിച്ചിട്ടുണ്ട്. അത് 4 കൊല്ലം കഴിയാതെ അറിയാൻ സാധിക്കില്ല. അത് വിശുദ്ധി പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ കൃപ തൊഴിലായിരിക്കില്ല, പ്രവൃത്തിയായിരിക്കും. റോമ 11:6. അതുകൊണ്ടാണ് റോമ 11:14 വാക്യത്തില് വേര് തായ് പരിശുദ്ധമാണെങ്കിലും മറ്റുള്ള വേരെല്ലാം പരിശുദ്ധമാണെങ്കിലും 1:5-6 ഒരു തുള്ളി വിഷം മതി, എല്ലാം കലക്കാൻ. നമ്മുടെ പോലെ 7 പേര് കൂടി ഒരാൾ തള്ളിയടിച്ചിരുന്നാ മതി. നല്ല പ്രാർത്ഥനയായിരുന്നു. അല്ല അയാൾക്ക് മിണ്ടാതിരിക്കുകയും തലവസം നിങ്ങളെ പാർട്ടിയെ കഴിച്ചിട്ടാണ്. പിറ്റേ ദിവസം ഒട്ടും പ്രാർത്ഥന 1 കേട്ടത് നമ്മുടെ കൊടുക്കും. പക്ഷെ കളിക്കാൻ സാധിക്കുമോ? എല്ലാത്തിനും 6 സാധിക്കില്ല. ഇതുകൊണ്ടാണ് പശ്ചാത്താപം എടുക്കണം. ജോലിയിൽ 2:12-13 എന്താ വേണ്ടത്? എന്റെ ഹൃദയമല്ല വസ്ത്രമാണെങ്കിൽ ഹൃദയമല്ല വസ്ത്രമല്ല ഹൃദയമാണ് മാറ്റേണ്ടത്. അത് റോമ 2:29 എന്താണ്? ആന്തരിക പരിച്ഛേദനമാണ്, ആത്മാവിന്റെ പരിച്ഛേദനമാണ്.